നിങ്ങൾ ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? മോട്ടിവേഷൻ വേണമെന്നാണോ? സ്ട്രോങ് ആവണമെന്നാണോ? പക്ഷേ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ടയേർഡായി ഫീൽ ചെയ്യുന്നത് എപ്പോഴും ഒരു മോട്ടിവേഷന് വേണ്ടി ആകണമെന്നില്ല. ബോഡി പലതവണയും നമ്മളോട് ചോദിക്കുന്നത് പ്രോപ്പർ റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിരിക്കുക. നമ്മുടെ ബോഡി നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മോട്ടിവേഷന് വേണ്ടിയാണോ അല്ല റെസ്റ്റിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുത്തി തരാം. ഇന്ന് നമ്മൾ എല്ലാവരും തന്നെ ഒരു ബിസി ലൈഫിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. വർക്ക്, ഫാമിലി, റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ ഒരു ബിസി ലൈഫ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഇതിനിടയ്ക്ക് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗിൽറ്റ് ഫീൽ ആയിരിക്കും. ഓ, ഞാൻ ലേസി ആണ് എന്ന് വിചാരിക്കുവോ എന്നുള്ള ഒരു ഫീലില് നമ്മൾ റെസ്റ്റ് എടുക്കാൻ പലപ്പോഴും മടി കാണിക്കും. റിമെമ്പർ വൺ തിങ്, റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല. റെസ്റ്റ് ഇസ് എ റിക്കവറി പ്രോസസ്. അപ്പോ ബിസി ലൈഫില് ആ പ്രോപ്പർ റെസ്റ്റ് കൊടുക്കാൻ ഒരിക്കലും നമ്മൾ വിട്ടുപോകാൻ പാടില്ല. നമ്മുടെ ബോഡി പല തവണ നമ്മളോട് സംസാരിക്കും ത്രൂ പല സിഗ്നൽസിലൂടെ. ഇത് ഇഗ്നോർ ചെയ്യാതെ ടൈംലി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാം. സൈൻ നമ്പർ 1, യു ആർ ഓൾവേസ് ടയേർഡ്. നിങ്ങൾ എന്ത് ചെയ്താലും, അതായത് നന്നായി ഉറങ്ങുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് ഫുഡ് എടുക്കുന്നുണ്ട്, കോഫി കുടിക്കുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വാട്ടർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, എന്നാലും ലോ എനർജി, ഒട്ടും എനർജി ഫീൽ ചെയ്യുന്നില്ല. ഇതൊരിക്കലും ലേസിനെസ് അല്ല. ഇത് നമ്മുടെ ബോഡി നമ്മളോട് സംസാരിക്കുന്നതാണ്. ഓവർലോഡഡ് ആണ്, ഓവർ വർക്ക്ഡ് ആണ്. ബോഡിക്ക് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കാനായിട്ടുള്ള ഫസ്റ്റ് സൈൻ ആണിത്. സെക്കൻഡ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ തിങ്സ് ഇറിറ്റേറ്റ് യു. അതായത് ചെറിയ കാര്യങ്ങൾ കണ്ടാൽ പോലും പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും, സ്ട്രെസ് ആകും, ഇറിറ്റേഷൻ ആകുന്നു, ഇംപേഷ്യൻസ് കാണിക്കുന്നു, ദേഷ്യം കാണിക്കുന്നു. ഇതിന്റെ ഒക്കെ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ മൈൻഡ് ടയേർഡ് ആണെന്നാണ്. ഇമോഷൻസ് ഒട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ സിഗ്നലും നമ്മളോട് സംസാരിക്കുന്നത് പ്രോപ്പർ റെസ്റ്റ് ബോഡിക്ക് കൊടുക്കാനാണ്. മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പെയിൻ വിതൗട്ട് എനി ക്ലിയർ റീസൺ. അതായത് ഫുൾ ബോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ പലപ്പോൾ നെക്ക് പെയിൻ കാണിക്കും, നമുക്ക് ഷോൾഡർ പെയിൻ കാണിക്കും, ബാക്ക് പെയിൻ ഫീൽ ചെയ്യും. പക്ഷെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്താലും നോർമൽ ആയിരിക്കും, ഒരു പ്രശ്നമില്ല എന്ന് ഹോസ്പിറ്റലിൽ പറയും. ബട്ട് ബോഡി സ്റ്റിൽ നമ്മളോട് ഇങ്ങനെ ഇറിറ്റേഷൻസ് കാണിച്ചുകൊണ്ടിരിക്കും. പെയിൻ രൂപേണ ആയിരിക്കും, ലെഗ് പെയിൻ, നീ പെയിൻ, ഇങ്ങനെയുള്ള പല പെയിൻസ് നമ്മുടെ ബോഡി കാണിക്കുന്നു. ബിക്കോസ് അതിനർത്ഥം നമ്മുടെ ബോഡി സംസാരിക്കുന്നതാണ്, സ്ലോ ഡൗൺ ചെയ്യുക, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് എന്നെ കൊണ്ട് ഓവർലോഡ് എടുപ്പിക്കല്ലേ, ഒന്ന് സ്ലോ പേസിൽ പോകാനായിട്ടുള്ള ഒരു സിഗ്നൽ ആണ് നമ്മുടെ ബോഡിയിൽ അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് പെയിൻ തോന്നുന്നത്. ഫോർത്ത് സൈൻ എന്ന് പറയുന്നത് നോ മോട്ടിവേഷൻ ഫോർ തിങ്സ് യു ലൈക്ക്. അതായത് നിങ്ങൾ നേരത്തെ മുൻപ് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, ഭയങ്കര എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങള് ഇപ്പൊ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒട്ടും ഇൻട്രസ്റ്റ് തോന്നത്തില്ല. ഇതൊരിക്കലും ഒരു ഡിപ്രഷൻ ഫേസോ ഒരു ആങ്സൈറ്റി ഫേസോ ഒന്നുമല്ല. ഇതിനർത്ഥം നമ്മൾ ബേൺ ഔട്ട് ആണ്. പ്രോപ്പർ റെസ്റ്റ് ബോഡിക്ക് ആവശ്യമാണെന്ന് നമ്മളോട് ബോഡി സംസാരിക്കുന്ന ഒരു സിഗ്നൽ ആണ്. എന്ത് ഇഷ്ടപ്പെട്ട കാര്യത്തിനും ഇപ്പൊ ഒരു താല്പര്യം ഇല്ലാതെ, ആ ആ ഒരു ഈസി ഗോയില് നമ്മൾ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ കാണിക്കുന്നത് ബോഡി ഈസ് ടു ടയേർഡ് എന്നുള്ള ഒരു സിഗ്നലാണ്. ഈ പറഞ്ഞ സിഗ്നൽസ് എല്ലാം തന്നെ ബോഡി നമ്മളോട് ഒരിക്കലും ഒരു മോട്ടിവേഷൻ അല്ല ചോദിക്കുന്നത്. നമ്മളെപ്പോഴും മൈൻഡ് ഡൗൺ ആവുകയോ ഭയങ്കര സ്ട്രെസ് തോന്നുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ വീഡിയോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് നമ്മൾ അഗെയിൻ ചാർജ്ഡ് ആയിട്ട് അഗെയിൻ ഓവർലോഡഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു ഫേസിൽ ബോഡി നമ്മളോട് റെസ്റ്റ് ആണ് ചോദിക്കുന്നത്. മോർ പുഷ് ചെയ്യുന്തോറും വീണ്ടും അഗെയിൻ ടയേർഡ് ഫീല് നമുക്ക് തോന്നും. ഈ സമയത്ത് റിക്കവറി ആണ് നമ്മൾ ചെയ്യേണ്ടത്. റിക്കവറി മീൻസ് പ്രോപ്പർ റെസ്റ്റ് ബോഡിക്ക് കൊടുക്കുക എന്നുള്ളത്. ഇനി എന്താണ് ഈ റെസ്റ്റ് റിയലി മീൻസ്? എന്താണ് റെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഫുൾ ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന അതല്ല റെസ്റ്റ്. റെസ്റ്റ് മീൻസ് പ്രോപ്പർ ക്വാളിറ്റി സ്ലീപ്പ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ രാത്രി ഉറങ്ങിയാലും ഒരു 6 to 8 hours പ്രോപ്പർ ആയിട്ട് ക്വാളിറ്റി സ്ലീപ്പ് നമ്മൾ കൊടുക്കുക. ഒരു മെന്റൽ ബ്രേക്ക് എടുക്കുക. ഭയങ്കര സ്ട്രെസ്ഫുൾ വർക്കാണ്, പ്രഷർ കൈൻഡ് ഓഫ് ജോബിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് റിലാക്സ് ചെയ്യുക. അതാണ് മെന്റൽ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡെയിലി ഏറ്റവും കൂടുതൽ നോക്കുന്നത് മൊബൈൽ ഫോൺ ആണ്. അതിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് വയ്ക്കുക. ആവശ്യമുള്ള കോൾസും മെസ്സേജസും മാത്രം നോക്കുക. ബാക്കി ഓവറായിട്ട് സ്ക്രീൻ ടൈം കുറച്ചു കഴിഞ്ഞാൽ
ഒരു റെസ്റ്റ് പ്രോപ്പർ ബോഡിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ റെസ്റ്റ് മീൻസ് സേ നോ സംടൈംസ്. അതായത് പലപ്പോഴും നമ്മൾ എസ് പറയുന്ന ആൾക്കാരായിരിക്കും. പറ്റുന്നതാണെങ്കിലും പറ്റാത്തതാണെങ്കിലും യെസ് ഐ എം റെഡി എന്ന് പലപ്പോഴും പറയായിരിക്കും. ഈ ഒരു ഫേസിൽ റെസ്റ്റ് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ സ്റ്റാർട്ട് സേയിങ് നോ, എനിക്കിപ്പോ പറ്റില്ല എന്ന് പറയാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് റിമെമ്പർ വൺ തിങ്, സ്ലോയിങ് ഡൗൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗിൽറ്റ് ഫീൽ തോന്നണമെന്ന്, ഗിൽറ്റ് ഫീൽ അല്ല. ശരിക്കും സ്ലോയിങ് ഡൗൺ എന്ന് പറയുന്നത് അതൊരു റിക്കവറി ഫേസ് ആണ്. ഡബിൾ ചാർജിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബോഡീനെ ഒന്ന് പാകപ്പെടുത്തുന്നതാണ് ഒരു സ്ലോ പ്രോസസ്സ് കൊടുക്കുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എന്താണ് റിയലി റെസ്റ്റ് മീൻ ചെയ്യുന്നുള്ളത്. പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് സ്റ്റെപ്പ് വെക്കാൻ പറ്റും ഇതിനെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരുടെ ലൈഫിൽ ഈ ഒരു ഫേസിലൂടെ നമ്മൾ കടന്നു പോകും. വീട്ടമ്മ ആയാലും വർക്കിംഗ് പ്രൊഫഷണൽസ് ആയാലും ബിസിനസ് പേഴ്സൺസ് ആയാലും ഈ ഒരു ഫേസ് എല്ലാവരുടെയും ബോഡി കാണിക്കും. ഈ ഒരു സമയത്ത് എന്താണ് പ്രാക്ടിക്കലി എന്ത് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും? പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്മോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിക്കുക നിങ്ങളോട് തന്നെ, ഞാൻ ടയേർഡ് ആണോ അതോ ഡീമോട്ടിവേറ്റഡ് ആണോ? ടയേർഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മോട്ടിവേഷൻ വീഡിയോസ് അല്ല അവിടെ നമ്മൾ കാണേണ്ടത്. അവിടെ പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുക. ഞാൻ ആ പറഞ്ഞ റെസ്റ്റ് നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുക. നല്ല സ്ലീപ്പ് കൊടുക്കുക, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പ്രോപ്പർ വാട്ടർ ഇൻടേക്ക് ചെയ്യുക, ഫിസിക്കൽ മൂവ്മെന്റ്സ് ലൈറ്റ് ആയിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, ബ്രീത് ഇൻ ബ്രീത് ഔട്ട് എക്സസൈസുകൾ ചെയ്തു കൊടുക്കുക. അപ്പൊ ബോഡി റിലാക്സ്ഡ് ആവും, മൈൻഡ് കാം ഡൗൺ ആവും, ഒരു സ്ട്രെസ് ഫീല് നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ആവുന്ന കാണാൻ പറ്റും. സോ എന്താണ് വേണ്ടത് അത് നമ്മളോട് തന്നെ ചോദിക്കുക. അത് ചോദിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അത് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് ഈസി ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണക്ട് ആയെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീക്ക്ലി മൈൻഡ് കരിയർ വെൽനസ് ഈ ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. ഒരു 5 years ആയിട്ട് ഒരു വെൽനസ് കോച്ചായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളും ഒരു 15 years ആയിട്ട് HR എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ മൈൻഡ് കരിയർ വെൽനസ് റിലേറ്റഡ് ടോപ്പിക്സ് വീഡിയോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലിസൺ ടു യുവർ ബോഡി ഓൾവേസ് റാദർ ദാൻ ബാക്കി എക്സ്റ്റേണൽ ജഗബഗ കാര്യങ്ങളിലേക്ക് ഓടുന്നത് ഓടിക്കോളൂ. പക്ഷേ സംടൈംസ് കാം ആയിട്ട് ലിസൺ ടു യുവർ ബോഡി, വാട്ട് എക്സാക്ട്ലി യു നീഡ്. ആ ലിസൺ ചെയ്തതിന് ശേഷം ബോഡിക്ക് എന്താണോ ആവശ്യം അത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് നമ്മൾ റീചാർജ് ചെയ്ത് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. Okay, so this is Coach Vincy Niju. Stay tuned for more mind, career and wellness videos.